ഇന്ന് നമുക്ക് ഇക്കാടെ സ്പെഷ്യൽ കൊഞ്ച് ബിരിയാണി ആക്കാം. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് മാഷാ അല്ലാ 5 കൊല്ലം കഴിഞ്ഞത് 6ാമത്തെ കൊല്ലമാണ്. അപ്പോൾ ഈ 5-5.5 കൊല്ലത്തിനിടയിൽ ഞാൻ ഇക്കാക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് ഓരോന്നും പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും ചോദിക്കുമ്പോൾ ഇക്കാടെ ഫേവറേറ്റ് നീ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ വന്നപ്പോൾ വെച്ചെന്ന കൊഞ്ച് ബിരിയാണി ആണെന്നാണ് പറയാറ്. സോ അതുകൊണ്ട് തന്നെ കൊഞ്ച് കിട്ടുമ്പോൾ കൊഞ്ച് ബിരിയാണി വെക്കാനുള്ള ഉത്സാഹവും സന്തോഷവും എനിക്കിത്തി കൂടുതലാണ്. അപ്പോൾ ഇന്ന് കൊഞ്ച് ബിരിയാണി വെക്കാനുള്ള കാരണം അത് മാത്രമല്ല, ഇന്ന് ഇക്കാക്ക് ഓഫീസുള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ലഞ്ച് കൊടുത്തു വിടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാലത്ത് പറഞ്ഞ് ഇക്കാ നേരത്തെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊഞ്ച് ബിരിയാണി സെറ്റാക്കാം. അപ്പോൾ കാരണം ഇനി എന്തായാലും കൊഞ്ച് ബിരിയാണി വെക്ക്, ഞാൻ വന്നിട്ടേ ലഞ്ച് കഴിക്കുകയുള്ളൂ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാമെന്ന്. അങ്ങനെ ഇക്ക പോയ ഉടനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കിപ്പ് ചെയ്ത് ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊഞ്ച് ബിരിയാണിയൊക്കെ സെറ്റാക്കി എല്ലാം ആക്കി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം വെച്ച ആ ഒരു റെസിപ്പി ഓർമ്മയില്ല കേട്ടോ. കാരണം അന്ന് ഫോണിൽ കൂടി ഉമ്മ പറഞ്ഞു തന്ന രീതിയും പിന്നെ എൻ്റെതായ കൈകളൊക്കെ ഇട്ട് ഞാൻ ചെയ്തൊരു കൊഞ്ച് ബിരിയാണിയാണ്. സോ അതിനുശേഷം അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഉള്ള എല്ലാ ടൈമും ഞാൻ ഒരേപോലെ തന്നെയാണ് വെക്കാറുള്ളത്. അങ്ങനെ കൊഞ്ച് ബിരിയാണിയൊക്കെ ആക്കി സെറ്റാക്കി ദമ്മൊക്കെ ഇട്ട് കുറേ നേരം ഞാൻ ഇക്കാക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച സമയത്ത് ഇക്കാക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കാൻ വയ്യാണ്ട് ഞാനൊരു ടൈം ആയപ്പം കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സാലഡും നല്ല കൊഞ്ചൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി കൊഞ്ച് ബിരിയാണിയാണോ, ബീഫാണോ, മട്ടനാണോ, ചിക്കനാണോ, ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ.